തിരുവനന്തപുരം പാറശാലയിൽ വളർത്തുനായ അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തി. കോടങ്കര സ്വദേശി ബിജുവിന്റെ നായിയാണ് അയൽവാസിയെ അഖിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. ഒന്നിനെ കുളിപ്പിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ പെട്ടി ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിപ്പിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ അതിൻ്റെ തുടലോടെ ഇങ്ങനെ പിടിച്ച തുടലിൽ നിന്ന് ഈ അഖിലെന്ന് പറയുന്ന അവിടെ ഒരു പട്ടിയാണ്. അപ്പോൾ ഇത് പോവുകയായിരുന്നു അങ്ങോട്ട് കുറച്ച് ഇത് ടക്കനങ്ങ് കൈവിട്ട് പോയി. അപ്പോൾ അവിടെ പോയതും പിന്നെ ഞാൻ ഈ പട്ടിയെ പിടിക്കാൻ പോയതും പിന്നെ ഇതിൻ്റെ അവരെ ഇത് പിന്നെ അനിയൻ വന്ന് ആടി പിന്നെ ഒരാൾ വെട്ടുകൊത്തിയെടുത്ത് പട്ടിയെ വെട്ടി ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പട്ടിയെ വെട്ടി അവിടെ നിന്ന് വലിച്ച് ഏകദേശം ഒരു 400 മീറ്ററോളം വരും എൻ്റെ വീട്ടിലേക്ക്. ഇപ്പം ആ റോഡെ വലിച്ചഴിച്ച് എൻ്റെ വീട്ടിൻ്റെ അതിൻ്റെ സിറ്റ് ഔട്ട് എന്നറിയപ്പെടുന്ന ഇറയത്ത് അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. ഷഫീദ്, അയൽവാസിയുടെ അരിശമാ മിണ്ടാപ്പനോട് അതെന്തിനായിരുന്നു? സുഹേല, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് തിരുവനന്തപുരം പാറശാല കോടങ്കരയിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. കോടങ്കര സ്വദേശി ബിജുവിന്റെ വളർത്തുനായയാണ് അയൽവാസി വെട്ടിക്കൊന്നത്. 2 നായ്ക്കൾ ഉണ്ടായിരുന്നു ഈ കോടങ്കര സ്വദേശിയായിട്ടുള്ള ബിജുവിന്. അതിലൊന്നിനെ കുളിപ്പിച്ചിട്ട് കുളത്തിൽ, വീടിന് സമീപത്തുള്ള കുളത്തിൽ കുളിപ്പിച്ച ശേഷം തിരികെ കൊണ്ടുവരുന്നതിനിടയിൽ ഈ നായയുടെ കെട്ടഴിഞ്ഞു പോയി. അങ്ങനെ ആ നായ തൊട്ടപ്പുറത്തുള്ള അഖിൽ എന്ന് പറയപ്പെടുന്നയാളുടെ വീടിന് സമീപത്തേക്ക് ഓടിക്കയറി. ഈ വിരോധത്തിലാണ് അഖിൽ നായയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് ഈ ഉടമസ്ഥൻ ബിജു പറയുന്ന കാര്യം. നായയെ വീട്ടിലെ വെട്ടുകത്തി വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഈ നായയുടെ മൃതദേഹം അതേതാണ്ട് 400 മീറ്റർ ഇയാൾ വലിച്ചുകൊണ്ടുവന്ന ഉടമസ്ഥൻ ബിജുവിന്റെ വീടിന് സമീപത്തേക്ക് ഇട്ടുവെന്നും ഈ ബിജു ഇപ്പോൾ പാറശാല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നാളെ ഇതുമായി ബന്ധപ്പെട്ട വിശദ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വല്ലാത്ത മനോനിലയിലാണ് ചില മനുഷ്യരെ കൊല്ലുന്നു, മിണ്ടാപ്രാണികളെ പോലും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഷഫീദാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശം നൽകിയത്.